ഹലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മോർണിംഗ് തന്നെയാണ് ഒരു എൻട്രി ഉണ്ടായിരുന്നത്. അപ്പോൾ മോർണിംഗ് ഒരു എൻട്രി എടുത്തു. അതെന്തിൻ്റെ ബേസാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തിട്ട് പോകുന്ന പോലെയാണ് ഉണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് എടുത്തിട്ട് അവിടെ നല്ല രീതിയിൽ പ്രീവിയസ് ക്യാൻഡിലിനെ ക്ലോസ് ചെയ്തിട്ട് ഇവിടേക്ക് ഈ ഒരു റേഞ്ച് ക്ലോസ് ചെയ്ത് കിട്ടും. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുത്തു. അത്യാവശ്യം ടാർഗറ്റ് ഇവിടെ സെറ്റ് ചെയ്തു. ആ റേഞ്ചിലെത്തി വീണ്ടും അത് ഡൗണിലേക്ക് വന്ന് വീണ്ടും ഡൗണിലേക്ക് ഇരുന്ന് ഇവിടെ ഞാൻ എക്സിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ എക്സിറ്റ് ആവുന്നത് ഈ ഒരു ഇന്നത്തെ ഓപ്പണിംഗ് റേഞ്ചിൽ ഞാൻ എക്സിറ്റ് ആവുക എന്നുള്ള ബേസിലായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് വരെ ഇത് എൻ്റെ ടാർഗറ്റ് ഇതാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് ഇവിടെ ഒരു റെസിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോയിന്റിൽ തന്നെ ഇറങ്ങേണ്ടി വരുമോ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് എന്നുള്ള ബേസിൽ ഞാൻ അങ്ങനെ ഉള്ള പ്ലാനായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു പ്ലാനിലാണ് ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടാർഗറ്റ് അടിച്ചിട്ട് ഇറങ്ങേണ്ട അവസ്ഥയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ലൈവ് ട്രയലിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം എന്നുള്ള കേസ് പറഞ്ഞിട്ട് ഞാൻ അതിനെ പോയിട്ട് എൻട്രി എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ എൻട്രി എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ് വന്ന് ഏകദേശം 2Kൻ്റെ അടുത്ത് പ്രോഫിറ്റ് വന്നു, 1500 പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയ ശേഷം പിന്നെ വീണ്ടും ഒരു എൻട്രി കൂടെ എടുത്തു. വീണ്ടും ഇവിടെ നിന്നൊരു ഈ ഒരു ക്യാൻഡിൽ കണ്ടപ്പോൾ ഞാൻ പിന്നെ വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് പോകുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അടുത്തൊരു ഗ്രീൻ ക്യാൻഡിൽ വരുന്ന ടൈമിൽ ഞാൻ അത് എന്താണ് സ്റ്റാർട്ടിങ് തന്നെ അത് ഓപ്പണിംഗ് തന്നെ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ടായതും ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ടായെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയതും ഞാൻ എടുക്കുന്ന സ്പോട്ട് തന്നെ എടുത്തു. അവിടെ നിന്ന് ഞാൻ അതും ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് എൻ്റെ എൻട്രി എടുക്കുന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അവിടെ നിന്ന് എടുക്കുകയും ചെയ്തു. അതിന് ശേഷം ടാർഗറ്റ് കുറച്ച് മേലെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തിട്ട് വരികയാണെങ്കിൽ എൻട്രി പോയിന്റിൽ തന്നെ ഇറങ്ങാനുള്ള പ്ലാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഉള്ളൂ ഇവിടെ. ഏകദേശം ചെറിയൊരു 10 രൂപ 15 രൂപ ആ റേഞ്ചിൽ സ്റ്റോപ്പ് ലോസ് വന്നതുകൊണ്ട് മാത്രമാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസ്ക്കൊക്കെ നമുക്ക് എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ വലിയ കാര്യമില്ല. അപ്പോൾ അതൊക്കെ എടുക്കാം. ചെറിയ റിസ്ക്കൊക്കെ നമുക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ 10K വെച്ച് യൂസ് ചെയ്യുന്നവർക്ക് ഒരു 500 രൂപ 600 രൂപ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു വിഷയം ഇല്ല. അപ്പോൾ നമ്മൾ എടുക്കുന്ന ടാർഗറ്റ് അതിനനുസരിച്ച് വലിയ ടാർഗറ്റ് എടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനത്തുള്ള ചെറിയ സ്റ്റോപ്പ് ലോസ് വരുന്ന എൻട്രീസൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമുക്ക് അത് നല്ല രീതിയിൽ മേലേക്ക് സ്പോട്ടിൽ തന്നെ മൂവ്മെൻറ്റ് വന്നു. പക്ഷേ എന്താണ് നമുക്ക് വീണ്ടും അത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് നമുക്ക് അതാണ് എൻട്രി പോയിന്റിൽ തന്നെ എനിക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ കൂടെ ആ ഒരു ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 2 എൻട്രി ഉണ്ടായിരുന്നു. ഒന്ന് എൻട്രി തന്നെ ഇറങ്ങേണ്ടി വന്നു, ഒന്ന് പ്രോഫിറ്റിലേക്ക് എടുത്ത് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ ഇതാണ് ഇന്നുണ്ടായത്. അതിനുശേഷം പിന്നെ ഫുള്ള് മാർക്കറ്റ് സൈഡ് വൈസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിനുശേഷം ഫുള്ള് മാർക്കറ്റ് ഒരു ഈ ട്രെൻഡ് ലൈനിൽ തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മേലോട്ട് പോകും താഴോട്ട് വരുമ്പോൾ ഇപ്പോഴും ആ ഒരു സെറ്റപ്പ് തന്നെയാണ്. ഇത്രയും നേരമായിട്ട് ആ ഒരു സെറ്റപ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു സപ്പോർട്ട് റേഞ്ചിൽ, അതായത് ഈ റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ വീണ്ടും ഈ റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഈ ഒരു ഏരിയയിൽ പോവും, സപ്പോർട്ട് എടുക്കും, താഴെ വരും. അപ്പോൾ മോർണിംഗ് വന്നതും സെയിം അതേപോലെ തന്നെ ആയിരുന്നു. ഇവിടെ നിന്നും പോയി അതിന് ശേഷം ഇവിടെ നിന്നും ഈ റേഞ്ചിൽ ഒരു 10-20 പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് താഴെ വന്നു. ഇവിടെ റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നു, ഇവിടെ സപ്പോർട്ട് എടുത്തു, മേലെ പോയി. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റെസിസ്റ്റൻസ് എടുക്കും, താഴെ വരുന്നു. ഈ ഒരു ട്രെൻഡ് ലൈനിൽ നമുക്ക് വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് സൈഡ് വൈസാണ് മാർക്കറ്റ്. പക്ഷേ നിഫ്റ്റി ഒരു ട്രെൻഡാണ്. ബാക്കി ബാങ്ക് നിഫ്റ്റി കാര്യങ്ങളൊന്നും ഒരു സുഖം ഉണ്ടായിരുന്നില്ല. ഒക്കെ ഒറ്റ സൈഡിലേക്ക് പോയിട്ട് പിന്നെ അത് അവിടെ നിന്ന് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് മേലേക്കിട്ട് വന്ന് പിന്നെ അതേപോലെ താഴേക്ക് വന്ന് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാർക്കറ്റായിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും സെൻസെക്സൊക്കെ എക്സ്പയറി ആണ്, എന്നിട്ടും അതിലൊരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. മൊത്തത്തിൽ നല്ല അതൊരു ഒറ്റ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് ഭയങ്കര കഷ്ടമായിട്ടുണ്ടാവും. ഇപ്പോൾ പ്രീമിയമൊക്കെ തിന്നിട്ട് ആ കൂടെ ഒരു വഴിയായിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഒന്ന് എൻട്രി എടുത്തവർക്ക് പക്ഷേ വലിയ ലോസ് വരാത്ത കുഴപ്പമില്ല. ആദ്യത്തെ മണിയൊക്കെ എടുത്തവർക്ക് ഭയങ്കര നഷ്ടം 0 ആയിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നല്ല രീതിയിൽ അത് എഫക്റ്റായിട്ട് മേലെയും താഴെയും എന്തായാലും വന്ന് മൊത്തം പ്രീമിയത്തിനൊക്കെ സെല്ലേഴ്സിന് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയിട്ട് കൊടുത്തിരുന്നു ചെയ്തത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ എൻട്രി ഇന്നത്തെ കഴിഞ്ഞപ്പോൾ എന്തായാലും ഇനി സാറ്റർഡേ സൺഡേ നമുക്ക് ലീവാണ്. അപ്പോൾ ഇനി മൺഡേ ആണ് ട്രേഡിങ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് അതുവരെ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് 2 ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ട്രേഡിങ് 2 ദിവസം കൂടെ ഉണ്ട്. അതിലൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാലഞ്ച് കഴിയും. ഇന്നത്തെ ചാലഞ്ച് എനിക്ക് 1500 നമുക്ക് പ്രോഫിറ്റാണ്. അപ്പോൾ
എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് 110% എനിക്ക് പ്രോഫിറ്റാണ്. 10Kൻ്റെ 21Kൻ്റെ അടുത്തും എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ ഒറ്റ ട്രേഡ് എടുത്ത് ഞാനിപ്പോൾ ഒരു ക്യാപിറ്റൽ 10Kൻ്റെ ഒരു 1 lakh ആണെങ്കിൽ എനിക്ക് അതുപോലെ 2,10,000 ആയിരുന്നു. അപ്പോൾ അത് 50 ആണെങ്കിൽ അത് 1 lakh ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഏകദേശം ഡബിൾ ആവുന്ന ഒരു സ്കീമാണ്. അപ്പോൾ 1K വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത് 2K ആവും, അത്രയും. പക്ഷേ ചിലപ്പോൾ അതിൽ കൂടുകയുള്ളൂ. ചിലപ്പോൾ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ എക്സ്പയറി ഡേ ഒക്കെ നമ്മളത് എടുക്കുന്ന ടൈമിൽ അത് 3x 4x ഒക്കെ ഡീപ്പ് അറ്റ് ദ മണിയിൽ ഡീപ്പ് അറ്റ് ദ മണിയൊക്കെ നമ്മൾ എടുക്കുന്ന ടൈമിലൊക്കെ അങ്ങനെ എടുക്കാൻ പറ്റും 1K യൂസ് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ അത് ചിലപ്പോൾ 1000ൻ്റെ സാധനം അത് 2000 അല്ലെങ്കിൽ 5000 ഒക്കെ പോകും. അപ്പോൾ ഓരോരോ പ്രീമിയത്തിനും ഓരോരോ പ്രോഫിറ്റാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒന്ന് ഏകദേശം നമുക്ക് എന്തായാലും ഞാൻ ഇന്ത മണിയാണ് ഒരുപാട് എല്ലാം ഇന്ത മണിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഇന്ത മണിയിൽ ഒറ്റ ലോട്ട് വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇതാണ് പ്രോഫിറ്റ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്ത് തന്നെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് ഓവറോൾ നമുക്ക് പ്രോഫിറ്റായിട്ട് നമുക്ക് ഇറങ്ങാം. നമുക്ക് അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ ട്രേഡും 100x അല്ലെങ്കിൽ 2x 3x എല്ലാ ദിവസവും വേണമെന്ന് നടക്കില്ല. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ എടുത്ത് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് അത് ചെയ്യുക. കൺസിസ്റ്റൻ്റായിട്ട് നമുക്കത് അപ്ലൈ ചെയ്തിട്ടിരിക്കുക. നമ്മുടെ പ്ലാൻ അപ്ലൈ ചെയ്തിട്ട് 1 മാസം 2 മാസം 3 മാസം ഒക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് നമുക്കത് നമ്മുടെ നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്കായിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കി എന്നുള്ളതാണ് നമുക്ക് വിഷയം വരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റാണ്. ഓരോരുത്തർ 200 അല്ലെങ്കിൽ 400% ഒക്കെ ആവുമായിരിക്കും. നമുക്കത് വിഷയമില്ല. ഞാൻ എൻ്റെ രീതിയിൽ എടുക്കുന്നു, അവരുടെ രീതിയിൽ ട്രേഡ് ചെയ്യുന്നു. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ട്രേഡിങ് ഇതുണ്ട്, സ്ട്രാറ്റജി ഉണ്ട്, അവർക്ക് ആ ഒരു ട്രേഡിങ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ മെത്തേഡ് കറക്റ്റായിട്ട് ചെയ്യുന്നു, ഇറങ്ങുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഞാൻ ട്രേഡിംഗ് വ്യൂവിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ ഇതൊക്കെ നിങ്ങൾക്കും നോക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോരോ സ്ട്രാറ്റജിയാണ് പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങളുടെ മെത്തേഡിൽ നിങ്ങളതായിട്ടൊരു മെത്തേഡ് കണ്ടുപിടിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പറ്റുന്ന സാധനം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസങ്ങളും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ ബിഗിനേഴ്സ് എന്തായാലും ശ്രദ്ധിക്കുക, മണി മാനേജ്മെൻറ്റ് ചെയ്യുക, മൈൻഡ് കൺട്രോൾ ചെയ്യുക. മൈൻഡിനെ ഒരിക്കലും യാതൊരു കാരണവശാലും മൈൻഡിനെ അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് ഡെയിലി ഒരു 10-20 ട്രേഡ് ഇപ്പോൾ പോവാം അങ്ങനെ പോകും ഇങ്ങനെ പോകുന്നു പറയുന്ന മൈൻഡ് നിങ്ങൾ കേൾക്കാതിരിക്കുക. ഒഴിവാക്കിയിട്ട് പരമാവധി ഒഴിവാക്കിയിട്ട് ആ ചാർട്ടിൽ എന്താണോ കാണുന്നത് അത് കറക്റ്റ് കൺഫർമേഷൻ ആണെങ്കിൽ മാത്രം എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ച് എൻട്രി എടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ മൺഡേ നമുക്ക് കാണാം, ലൈവ് സെക്ഷനിൽ കാണാം. ലൈവ് സെക്ഷനിൽ ഞാൻ പറയും, എൻട്രി എടുക്കുന്ന ടൈമിൽ ഞാനും പറയും. അവിടെ ഞാൻ എൻട്രി എടുക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അപ്പോൾ പറ്റുകയാണ് കാണുന്നവർക്ക് ലൈവായിട്ട് കാണുന്നവർക്ക് നിങ്ങളത് എൻട്രി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുക്കുക. സ്റ്റോപ്പ് ലോസ് എൻ്റെ വരുന്ന ടൈമിൽ ആ സ്റ്റോപ്പ് ലോസ് എനിക്ക് എന്താണോ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കും വരും. അപ്പോൾ എന്നെക്കാട്ടി കൂടുതൽ എനിക്ക് ലോസ് എന്തായാലും ആവുന്നില്ല. ഞാൻ എന്തായാലും ഇന്ത മണി അല്ലെങ്കിൽ അറ്റ് ദ മണിയൊക്കെ ആയിട്ടേക്ക് എടുക്കുക. ഡീപ്പ് അറ്റ് ദ മണിയൊന്നും പോയിട്ട് ഔട്ട് ഓഫ് ദ മണിയൊന്നും ഞാൻ പോയിട്ട് എടുക്കാറില്ല. ഔട്ട് ഓഫ് മണി ഞാൻ തൊടാറില്ല. ഔട്ട് ഓഫ് മണി എപ്പോഴെങ്കിലും എക്സ്പയറി ഡേയിൽ ഒരു ലോട്ടിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ടൈമിൽ ഔട്ട് ഓഫ് ദ മണി എടുക്കുകയുള്ളൂ. അല്ലെങ്കിലൊക്കെ ഇന്ത മണി അറ്റ് ദ മണിയൊക്കെ ആയിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് ഇനി മൺഡേ നോക്കാം. മൺഡേ നമുക്ക് കാണാം.